നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 127 സങ്കീർത്തനത്തിലെ 3 തിരുലിഖിതം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10 അധ്യായം 44 തിരുലിഖിതം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. എൻ്റെ പേര് ടെസ്സി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളിയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. എൻ്റെ 2 കാലുകളുടെയും പെരുവിരലിൽ നഖത്തിൻ്റെ ഇരുവശങ്ങളിലും കുഴിനകം മൂലം എപ്പോഴും ഒരു ദുർഗന്ധം ഉണ്ടായിരുന്നു. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 16 വർഷത്തിലധികമായി. ഏത് കാലാവസ്ഥയിലായാലും ഇതുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ആ ഭാഗം കൂടുതൽ പഴുക്കുകയും വേദന മൂലം പെരുവിരൽ ഊന്നി നടക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഞാൻ നഖം നേരെ വെട്ടിയും നഖത്തിൽ പലതരത്തിലുള്ള മരുന്നുകൾ തേച്ചും ഞാൻ പലതവണ ഇതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ 16 വർഷമായി ഇത് കൂടുകയല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ജനുവരി മാസത്തിൽ ടെലിവിഷനിലൂടെ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള വചന ശുശ്രൂഷയിൽ ഞാൻ വിശ്വാസപൂർവ്വം പങ്കെടുക്കുകയും അന്ന് തന്നെ വെഞ്ചിരിച്ച എണ്ണ കാലിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. യേശുവിൻ്റെ കരസ്പർശനം എൻ്റെ ശരീരത്തിലുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കാലിൻ്റെ ആ വേദന പിന്നെ ഉണ്ടായിട്ടില്ല. എൻ്റെ കാലിലെ ദുർഗന്ധം വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. 16 വർഷമായി 2 കാലിൻ്റെയും പെരുവിരൽ ചീഞ്ഞ് ദുർഗന്ധം ഉണ്ടായിരുന്ന ഈ ടെസ്സി എന്ന മകൾ ടെലിവിഷനിലൂടെ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ലോകത്തിലേക്ക് നൽകിയിരുന്ന ദൈവവചന ദൂത് കേട്ടുകൊണ്ടിരിക്കുകയും അപ്പോൾ തന്നെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വെഞ്ചിരിച്ച എണ്ണ ഒരു തുള്ളിയ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 16 വർഷം ഉണ്ടായിരുന്ന പെരുവിരൽ ചീഞ്ഞുണ്ടായിരുന്ന ദുർഗന്ധം വിട്ടുപോവുകയും 2 കാലിൻ്റെ പെരുവിരലുകൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇപ്പോൾ രോഗികളെല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തിയാൽ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത ശക്തിയാൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ക്യാൻസർ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത ശക്തിയാൽ മാറാ രോഗങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമെന്തെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാതിരിക്കുന്ന നിഗൂഢ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 127 സങ്കീർത്തനത്തിലെ 3 തിരുലിഖിതം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അച്ഛൻ ഒരു നാൾ ഒരു ഇടവകയിൽ ധ്യാനത്തിന് ചെന്നു. ആ ഇടവകയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ജീവിതം മുഴുവനും ദുഃഖപൂർണ്ണമാണ്. എനിക്ക് ഒരു ദിവസം പോലും സമാധാനമില്ല, എനിക്ക് ഒരു ദിവസം പോലും സന്തോഷമില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയത്? എങ്ങനെയാണ് നിൻ്റെ സന്തോഷം മറഞ്ഞു പോയത്? അവൻ പറഞ്ഞു, കല്യാണ ശേഷം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ജീവിതം കണ്ണുനീർ കയമായി. ഞാൻ ചോദിച്ചു, നിൻ്റെ ഭാര്യ മഹാദുശാഠ്യക്കാരിയാണോ എന്ന് ചോദിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യ തങ്കപ്പെട്ടൊരു ഭാര്യയാണ്, നല്ല സ്വഭാവക്കാരിയാണ്. ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് നിൻ്റെ ദുഃഖത്തിന് കാരണം? അപ്പോൾ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ 2 മുറികളിലാണ് കഞ്ഞി വെക്കുന്നത്. എൻ്റെ പ്രായമുള്ള അപ്പനും അമ്മയും ഒരു മുറിയിൽ കഞ്ഞി വെച്ച് കുടിച്ച് അവിടെ താമസിക്കുന്നു. എൻ്റെ ഭാര്യ വേറൊരു മുറിയിൽ കഞ്ഞി വെച്ച് അങ്ങനെ താമസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ 2 വെപ്പും 2 കുടിയുമാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഞാൻ ചോദിച്ചു, എന്താണ് ഒരു കുടുംബത്തിൽ ഇങ്ങനെ, നിങ്ങളുടെ പ്രാർത്ഥനയുള്ള കുടുംബമല്ലേ, നിങ്ങളൊരു ക്രിസ്തീയ കുടുംബമല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല, അവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല. രണ്ടു കൂട്ടരും നല്ലവർ, അപ്പനും അമ്മയും നല്ലതാണ്, ഭാര്യയും നല്ലതാണ്, പക്ഷെ ഇവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭാര്യയെ കൊണ്ടുവന്നൊരു ധ്യാനം കൂട്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഞാൻ പലതവണ വിളിച്ചു, അവൾ പറയണത് ആദ്യം അപ്പനെ അമ്മേനെയും കൊണ്ടുവന്ന് ശരിയാക്കിയെടുക്കുക, എന്നിട്ട് പിന്നെ എന്നെ നന്നാക്കാൻ നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ അപ്പനോടും അമ്മയോട് ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പനും അമ്മയും ഇതിനോടകം തന്നെ ഒരു 100 ധ്യാനം കൂടിക്കഴിഞ്ഞു, ഇനി എത്ര ധ്യാനം വേണമെങ്കിലും കൂടാൻ തയ്യാറാണ്. അവരുടെ ആഗ്രഹം ഞങ്ങൾക്ക് ദോഷം ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് നന്മ വരണമെന്ന് മാത്രമേ എൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുള്ളൂ, അതിനുവേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, 100 ധ്യാനം കൂടിയവരാണെങ്കിൽ ഇന്ന് പിന്നെ ഉടനെ ധ്യാനത്തിന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചു, മകനെ, നിൻ്റെ ഈ ദുഃഖത്തിന് കാരണം നിൻ്റെ വീട്ടിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു, നിൻ്റെ അപ്പനും നിൻ്റെ അമ്മയ്ക്കും കൂടി എത്ര മക്കളുണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛാ, അതാണ് എൻ്റെ സങ്കടം എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എൻ്റെ അപ്പനെ അമ്മനെ പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ദുഃഖം വർദ്ധിക്കുന്നത്, കാരണം ഞാനില്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും വേറെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനപ്രകാരം എനിക്ക് കിട്ടിയൊരു ബോധ്യമുണ്ട്. ഈ അപ്പൻ്റെയും അമ്മയുടെയും ദുഃഖം വർദ്ധിക്കുമെന്നല്ലാതെ കുറയുമെന്ന് എനിക്ക് ബോധ്യം കിട്ടിയില്ല. അതിനുവേണ്ടി വിശദീകരണത്തിന് വീണ്ടും ഞാൻ ദൈവവചനം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഗതിയുണ്ട്. ഈ അപ്പൻ്റെയും ഈ അമ്മയുടെയും വാർദ്ധക്യ കാലത്ത് ഈ അപ്പനെയും ഈ അമ്മയെയും നോക്കാൻ വേണ്ടി ദൈവം പദ്ധതി ഒരുക്കിയ ആ സന്താനം, ആ അപ്പനും അമ്മയ്ക്കുള്ള ആ സന്താനം ഭൂമിയിൽ പിറന്നില്ല. അവർ ആ സന്താനത്തെ ഭൂമി കാണാൻ സമ്മതിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു കുട്ടി പറന്നു, അതോടുകൂടി അവർ നിർത്തി. അവർ പറഞ്ഞു, ഈ ഒരു കുട്ടിയെ തന്നെ നോക്കാനുള്ള കഴിവേ നമുക്കുള്ളൂ, ഇത് മതി എന്ന് പറഞ്ഞ് ആദ്യത്തെ കുട്ടിയോടുകൂടെ അവരുടെ പ്രസവം അവർ നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുട്ടി ഈ ഭൂമി ജനിക്കുമ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ആ വ്യക്തിക്ക് ഈ ഭൂമി ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു കുടുംബത്തിൽ മക്കളെ നൽകുമ്പോൾ ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാരെ പരിചരിക്കാനും അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ പൊന്നുപോലെ നോക്കി വളർത്തിയെടുക്കാനും പദ്ധതിയുള്ള മക്കളെ ദൈവം ആ കുടുംബത്തിൽ കൊടുക്കും. എന്നാൽ ഈ കുടുംബത്തിൽ ആ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബം പ്രസവം നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാരുടെ വാർദ്ധക്യം കണ്ണുനീർ കയത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, വാർദ്ധക്യത്തിൽ ഇവരെ പൊന്നുപോലെ നോക്കാൻ ദൈവം പദ്ധതിയിട്ട് അവരുടെ കുടുംബത്തിലേക്ക് അയച്ച മക്കള് ആ കുടുംബത്തിൽ പിറക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ഒരു കുടുംബത്തെ ദൈവം ഒരുപാട് സ്നേഹിക്കുമ്പോൾ ആ കുടുംബത്തിന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം എന്താണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതം, ഒരു കുടുംബം പാപം ഉപേക്ഷിച്ച്, ഒരു വ്യക്തി തിന്മ ഉപേക്ഷിച്ച്, അന്ധകാര വഴികൾ ഉപേക്ഷിച്ച്, പിശാചിനെ ഉപേക്ഷിച്ച്, എല്ലാ നശീകരണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് പിന്തിരിയുമ്പോൾ, ദൈവ കുടുംബത്തിൽ സമൃദ്ധി കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ദൈവം കൊടുക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് ജെറമിയായുടെ പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവയിൽ നിന്ന് കൃതജ്ഞതാ ഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദ ആരവങ്ങളും ഉയരും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. ഞാൻ അവരെ മഹത്വമണിയിക്കും, അവർ നിസ്സാരരാവുകയില്ല. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. ഇത് ദൈവത്തിൻ്റെ വലിയൊരു ഇഷ്ടമാണ്. ഒരു കുടുംബത്തെ ദൈവം സ്നേഹിക്കുമ്പോൾ, ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ഇഷ്ടമാണ്. അവർ കുറഞ്ഞു പോകരുത്, അവർ വർദ്ധിക്കണം. അതിനുവേണ്ടി ദൈവം അവരെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് സകല കുടുംബങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് ഈ ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം, വിവാഹം കഴിച്ച്
സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകണം. ഞാനിങ്ങനെ നിന്നോളാം, ഞാനൊന്നും കെട്ടുന്നില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് ചിന്തിക്കരുത്. അത് ദൈവവചന വിപരീതമായ ഒരു ചിന്തയാണ്. വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകണം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അടുത്ത വചനം, നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. മക്കളെ വിവാഹം ചെയ്യിക്കണം. നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇത് ഓരോ കുടുംബത്തെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. നിങ്ങൾ പെരുകണം, നിങ്ങൾ വിവാഹം ചെയ്യണം, നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കണം, മക്കളും മക്കളുടെ മക്കളും. അങ്ങനെ നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങളുടെ സംഖ്യ വർദ്ധിക്കണം. അത് ഒരു കുടുംബത്തെക്കുറിച്ചുള്ള, ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അത്യുന്നതമായ ഒരു ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിലുള്ള ബോഷ്ക്ക് ചിന്തകൾ നമ്മുടെ മനസ്സിലോ ചിന്തയിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ബോഷ്ക്ക് ചിന്തകളെ നാം എടുത്തു കളഞ്ഞേ പറ്റൂ. ഒരു കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ, ഒരു ദേശം അനുഗ്രഹം പ്രാപിക്കാൻ ഇങ്ങനെയുള്ള വിപരീത ദൈവവചന വിപരീതമായ ചിന്തകളെ എടുത്തു കളഞ്ഞേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഒരു യൂറോപ്യൻ രാജ്യത്തിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു സംഗതിയുണ്ട്. അവിടെ ആളുകൾക്ക് മക്കളെ ജനിപ്പിക്കാൻ ഇഷ്ടമല്ല, ആളുകൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. ആളുകൾ തമ്മിൽ കൂടി ജീവിക്കുന്നു. പാർട്ട്നേഴ്സ്, വിവാഹമില്ല, രജിസ്ട്രേഷൻ ഇല്ല, ഒന്നുമില്ല. ഒരു സ്ത്രീ ഒരു പുരുഷനും ഒന്നിച്ച് താമസിക്കുക, കുറേ കാലം താമസിച്ച് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിപ്പോവുക, വേറെ ആളുകളാകുമ്പോൾ അവരുടെ കൂടെ പോയി താമസിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം നിരോധിച്ചിരിക്കുന്ന ഒരു ജീവിത രീതിയാണത്. വിവാഹം കഴിക്കണം, ഉത്തരവാദിത്തങ്ങൾ എടുക്കണം, മക്കളെ ജനിപ്പിക്കണം, കുട്ടികളെ, കുടുംബാംഗങ്ങളെയും മക്കളെയും വിവാഹം കഴിപ്പിക്കണം, അവർക്ക് മക്കൾ ഉണ്ടാകണം. ഇതാണ് ഒരു കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ നിയോഗിച്ചു. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലെ സൃഷ്ടികർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ദൈവം മനുഷ്യകുലത്തിൻ്റെ മേൽ നൽകുന്ന ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം, ബൈബിളിലെ ഏറ്റവും ഫസ്റ്റ് ബ്ലെസ്സിങ്, ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ തിരുലിഖിതം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ദൈവം ഭൂമിയിൽ നൽകുന്ന ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം ഇതാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇത് സകല ജാതികൾക്കും, ഇത് സകല വംശങ്ങൾക്കും, ഇത് സകല ഗോത്രങ്ങൾക്കുള്ള അനുഗ്രഹമാണ്, സകല കുടുംബങ്ങൾക്കുള്ള അനുഗ്രഹമാണ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഒരെണ്ണമോ രണ്ടെണ്ണമായിട്ട് നിർത്തരുത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താനങ്ങൾ ജനിക്കുന്നത് കുടുംബത്തിന് ശാപമല്ല, സന്താനങ്ങൾ ജനിക്കുന്നത് കുടുംബത്തിന് അനുഗ്രഹമാണ്. എത്ര കൂടുതൽ മക്കളുണ്ടോ അത്രയും കൂടുതൽ അനുഗ്രഹമാണ് കുടുംബത്തിനുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ലോകത്തെ മുഴുവൻ നിരീക്ഷിച്ചിട്ട് ഒരു വലിയ സത്യം പ്രഖ്യാപനം ചെയ്തു. ജനസംഖ്യ രാജ്യത്തിൻ്റെ ബാധ്യതയല്ല, രാജ്യത്തിൻ്റെ ആസ്തിയാണ്. ജനസംഖ്യ രാജ്യത്തിന് ബാധ്യതയല്ല, ജനസംഖ്യ രാജ്യത്തിൻ്റെ ആസ്തിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യമാണ്. ഹല്ലേലൂയ. ജനസംഖ്യ, കുടുംബത്തിൽ അംഗങ്ങൾ പെരുകുന്നത് കുടുംബത്തിന് ബാധ്യതയല്ല, കുടുംബത്തിന് സമ്പത്താണ്. കുടുംബത്തിലെ മക്കൾ, നമുക്ക് പണം ഉണ്ടാക്കാം, ഭൂമി ഉണ്ടാക്കാം, നമുക്ക് കാറ് വാങ്ങാം, പലതരത്തിലുള്ള സമ്പത്ത് കുടുംബത്തിന് ശേഖരിച്ചു കൂട്ടാം. എന്നാൽ ഒരു കുടുംബത്തിന് ദൈവം നൽകുന്ന സമ്പത്താണ് മക്കള്. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന സമ്പത്താണ് മക്കള്. വീണ്ടും
നോഹയുടെ കാലത്ത് ജലപ്രളയം വന്ന് മനുഷ്യവംശം നശിച്ചു പോയി. അതിനുശേഷം വീണ്ടും ഭൂമിയിൽ പുതിയ വംശം രൂപപ്പെടുകയാണ്. അപ്പോൾ ദൈവം വന്ന് വീണ്ടും അനുഗ്രഹിക്കുന്ന രംഗം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലുണ്ട്. രണ്ടാമത്തെ മനുഷ്യവംശത്തിൻ്റെ ആദ്യത്തെ ബ്ലെസ്സിങ് ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അപ്പോഴും ദൈവം കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹം സന്താന പുഷ്ടിയുണ്ടായി പെരുകുവിൻ എന്നുള്ളതാണ്. വീണ്ടും ദൈവം അബ്രാഹത്തെ വിളിക്കുന്നുണ്ട്. ഒരു പുതിയ ജനത്തിന് രൂപം നൽകാൻ വേണ്ടി ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അബ്രാഹത്തിൻ്റെ അടുത്ത് വന്ന് അബ്രാഹത്തിന് വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. ഉടനെ അബ്രാഹാം മറുപടിയായി ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഒരു കുഞ്ഞിക്കാല് പോലും, ഒരു സന്താനം പോലും എനിക്കില്ല. മക്കളില്ലാത്ത ഈ പടുവൃദ്ധന് എന്ത് അനുഗ്രഹമാണ്, എന്ത് പ്രതിഫലമാണ് അങ്ങ് തരാൻ പോണത്? ഉടനെ ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. അവിടുന്ന് അവനെ വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ നിനക്ക് കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാണ്, നിനക്ക് സന്താന പുഷ്ടി ഉണ്ടാവും. ഇന്ന് നിനക്ക് സന്തതിയില്ല, ഇന്ന് നീ മക്കളില്ലാത്തവനാണ്, പക്ഷേ ഞാൻ നിനക്ക് പ്രതിഫലം തരും. ഞാൻ തരുന്ന പ്രതിഫലത്തിൽ ആദ്യത്തെ അനുഗ്രഹമാണ്, നിനക്ക് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ മക്കളുണ്ടാകും. വീണ്ടും ഇസ്ഹാക്ക് ജനിച്ചതിന് ശേഷം ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന് മോറിയ മലയിൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. അങ്ങനെ തൻ്റെ ഏകജാതനെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ മോറിയ മലയിൽ കൊണ്ടുചെന്ന് കയ്യും കെട്ടി കാലും കെട്ടി വിറകിൻ്റെ മുകളിൽ വെച്ച് വാളെടുത്ത് വെട്ടി കഴുത്ത് മുറിക്കുന്ന ആ രംഗത്തിലേക്ക് എത്തി. അപ്പോൾ ദൈവം മുകളിൽ നിന്ന് അത്ഭുതകരമായി ഇടപെട്ടു. അബ്രാം, നീ കുട്ടിയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ദൈവം ഇടപെടുന്ന രംഗം ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് അബ്രാഹത്തിൻ്റെ ബലി വളരെ ഇഷ്ടമായി. മനസ്സ് നിറഞ്ഞ് ദൈവം വന്ന് ആ ഇസ്ഹാക്കിനെ കയ്യും കാലും കെട്ടി വിറകിൻ്റെ മുകളിൽ വെച്ച് കത്തിക്കുന്ന ആ രംഗത്ത് വെച്ച് ദൈവം മനസ്സ് നിറഞ്ഞ് അബ്രാഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി വാ തുറക്കുന്ന രംഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോഴും ദൈവം കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹം ഉൽപ്പത്തിയുടെ പുസ്തകം 23-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാം. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ദൈവം എപ്പോൾ അനുഗ്രഹം കൊടുത്താലും ആദ്യം കൊടുക്കുന്ന അനുഗ്രഹമാണ്, നിനക്ക് ഞാൻ സന്താന പുഷ്ടി നൽകും. വീണ്ടും ഇസ്ഹാക്കിൻ്റെ കുടുംബജീവിതത്തിലേക്ക് വരാം. ഇസ്ഹാക്കിൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇസ്ഹാക്കിൻ്റെ ഭാര്യ റെബേക്ക സ്വജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇസ്ഹാക്കിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ റെബേക്കയെ ഇസ്ഹാക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ റെബേക്കയുടെ കൂടപ്പിറപ്പുകളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരു കൂട്ടമായി നിന്ന് അവസാന വിടപറയൽ രംഗമുണ്ട്. ആ വിടപറയൽ രംഗത്ത് കൂടപ്പിറപ്പുകളെല്ലാം റെബേക്കയെ നോക്കി കരങ്ങൾ വീശി പറയുന്നൊരു ആശീർവാദ വാക്കുണ്ട്. അവർ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞത് എങ്ങനെയാണ്? നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി മാറുക. നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി മാറുക. ഇന്നത്തെ സ്ത്രീകൾക്ക് ഇത് ദഹിക്കുമോ ഇങ്ങനത്തെ ഒരു ആശീർവാദം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കുട്ടികൾ ഉണ്ടാകുന്നത് നാണക്കേടാകുന്ന സംഭവമല്ല. കുട്ടികൾ 5, 10, 12, 15 ഒരു ഭവനത്തിൽ ഉണ്ടാകുന്നത് നാണക്കേടായി കരുതുന്നത് ദൈവവചന വിപരീതമായ ഒരു മനോഭാവത്തിൻ്റെ ഉടമയാണ്. കുട്ടികൾ ഉണ്ടാകണം, സന്താനങ്ങൾ പെരുകണം. സന്താന പുഷ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയാകുക എന്നാണ് കൂടപ്പിറപ്പുകൾ ഹൃദയം നൊന്ത് റെബേക്കയെ അനുഗ്രഹിച്ച് ഭർതൃഭവനത്തിലേക്ക് യാത്രയാക്കുന്ന സമയത്ത് പറയുന്ന അനുഗ്രഹ ആശീർവാദം. വീണ്ടും ഇസ്ഹാക്കിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. യാക്കോബിൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നുണ്ട്. യാക്കോബ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം അപ്പൻ്റെ ഭവനം വിട്ട് ഓടി പരദേശവാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പരദേശവാസത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ ക്ഷീണിച്ച് തളർന്ന് അവൻ ഒരു കല്ല് എടുത്ത് തലയ്ക്ക് വെച്ച് അവൻ വഴി കടന്നുറങ്ങുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ അവൻ വഴിയിൽ കടന്നുറങ്ങുമ്പോൾ, ബഥേൽ എന്ന സ്ഥലത്ത് അവൻ വഴിയിൽ കടന്നുറങ്ങുമ്പോൾ അവനൊരു സ്വപ്നമുണ്ടായി. ഒരു വലിയ കോണി, സ്വർഗം മുട്ട നിൽക്കുന്നൊരു കോണി
അതിൻ്റെ ഒരറ്റം ഭൂമിയിലും ഒരറ്റം സ്വർഗത്തിലും. ആ കോണിയിൽ കൂടെ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് അവൻ കണ്ടു. ആ കോണിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം വന്ന് ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുന്ന ഒരു രംഗം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ 10 മുതൽ 20 വരെയുള്ള വചനങ്ങളിലാണ് ഈ സ്വപ്നവും ആ ദർശനവും ആ അരുളപ്പാടുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്. 28-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെ നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പം ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ആദ്യത്തെ അനുഗ്രഹമാണ്, ഞാൻ ഭൂമിയിലെ പൂഴി പോലെ നിനക്ക് സന്താന പുഷ്ടി നൽകി നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന ഏറ്റവും ആദ്യത്തെ അനുഗ്രഹമാണ് സന്താന പുഷ്ടി. ധാരാളം മക്കൾ ഉണ്ടാകട്ടെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും മക്കൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇതൊരു മോശമായ കാര്യമാണെങ്കിൽ ദൈവം അങ്ങനെ അനുഗ്രഹിക്കുമോ? മക്കൾ കൂടുതൽ ജനിക്കുന്നത് ഒരു മോശമായ സംഗതിയാണെങ്കിൽ, കുടുംബത്തിന് ദോഷമാണെങ്കിൽ ഒരു ദോഷം കുടുംബത്തിൽ ദൈവം അനുവദിക്കുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര മക്കൾ കൂടുതലുണ്ടോ അത്രയും കൂടുതൽ അനുഗ്രഹമുണ്ട്. ഈ അടുത്ത കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അച്ഛൻ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. നയോ കാറ്റക്കുമൻ എന്ന് പറഞ്ഞൊരു സമൂഹം. ആ സമൂഹത്തിൽ ദൈവവചനം പഠിച്ചവരാണ്. അവര് ദൈവം എത്ര മക്കളെ തന്നാലും സ്വീകരിക്കും എന്ന് ദൈവസന്നിധിയിൽ ഹൃദയത്തുറവിയോടെ ഏറ്റുപറയുന്നവരാണ്. ആ കുടുംബങ്ങളിൽ 10ഉം 12ഉം മക്കൾ ജനിക്കുന്നുണ്ട്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രതീക്ഷ ഈ നയോ കാറ്റഗുമൻ സമൂഹങ്ങളാണ്. കാരണം മറ്റ് ഒരുപാട് കുടുംബങ്ങളിൽ മക്കളില്ല, ജനിക്കുന്ന മക്കളുടെ വ്യഭിചാര സന്തതികൾ. അങ്ങനെ ശക്തിയില്ലാത്ത തലമുറ വരുമ്പോൾ വളരെ അനുഗ്രഹത്തിൻ്റെ തലമുറ നയോ കാറ്റഗുമൻ എന്ന് പറഞ്ഞ ഈ സമൂഹത്തിൽ നിന്ന് രൂപപ്പെടുന്നുണ്ട്. ആ കുടുംബങ്ങളിൽ 10ഉം 12ഉം മക്കളുണ്ട്. അത് രാജ്യത്തിന് പോലും പ്രതീക്ഷയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾ ജനിക്കണം, മക്കൾ ധാരാളമായി ഉണ്ടാകണം. 1-2 മക്കൾ മതി എന്നുള്ളത് ദൈവവചന വിപരീതമായ ഒരു ഇടർച്ച വെക്കുന്ന ദുരുപദേശമാണ്. ആ ദുരുപദേശത്തെ അല്ല, ദൈവവചനത്തിൻ്റെ ഉപദേശത്തെയാണ് ഒരു ദൈവ പൈതൽ സ്വീകരിക്കേണ്ടത്. ദൈവവചനം നൽകുന്ന അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് ഒരു വ്യക്തിയെ ദൈവത്തിന് ഇഷ്ടപ്പെടുമ്പോൾ, ഒരു വ്യക്തിയെ ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ, ദൈവം ആ കുടുംബത്തെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ ദൈവം നൽകുന്ന ആദ്യത്തെ അനുഗ്രഹമാണ്, നിനക്ക് ധാരാളമായി മക്കളുണ്ടാകട്ടെ, നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, നിൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും, പെരുകണം. ഇത് ദൈവാനുഗ്രഹമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഏതെങ്കിലും കുടുംബങ്ങൾക്ക് മക്കളില്ലെങ്കിൽ ആ കുടുംബങ്ങളിലെല്ലാം മക്കൾ ജനിക്കട്ടെ. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവേ. ഏതെങ്കിലും കുടുംബങ്ങളിൽ 1-2-3 മക്കൾ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ നിർവീര്യമാകട്ടെ. ദൈവവചനത്തിൻ്റെ ഉപദേശം, അനുഗ്രഹത്തിൻ്റെ ഉപദേശം, കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കാനുള്ള ദൈവകൃപ ആ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവേ. ഇതിനെതിരായി ഉപദേശം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തികളുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. വചനം പഠിച്ച് ദൈവത്തിൻ്റെ ഇംഗിതമറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് ലോകത്തെ ഉയർത്താൻ, ലോകത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ആ മക്കളുടെ ഹൃദയങ്ങളെ ഓ ദൈവമേ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ധാരാളം മക്കൾ ജനിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച കർത്താവ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു,
സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഈ നിമിഷം ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ എപ്പോഴും രോഗികളാണെങ്കിൽ, ഏതെങ്കിലും കുടുംബത്തിൽ ഗർഭം അലസിപ്പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ കൂടെ മരിച്ചു പോകുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം മക്കൾ ജനിക്കാൻ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം വിട്ടുപോയി ദൈവത്തിൻ്റെ അടിസ്ഥാന സമ്പത്തായ സന്താന പുഷ്ടി കുടുംബങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി മക്കൾക്ക് കുടുംബത്തിൽ കേടുകൂടാതെ വളരാനുള്ള തടസ്സങ്ങളെല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, പാരമ്പര്യ ബന്ധനങ്ങൾ, തിന്മകൾ, തകർച്ചകൾ വിട്ടുമാറിപ്പോട്ടെ കർത്താവെ. ഗർഭ അലസി പോകുന്ന കുടുംബങ്ങളിൽ കൂടെ ഗർഭഛിദ്രം ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്ക് അങ്ങോട്ട് ശക്തി വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങൾ വളരാൻ, കുഞ്ഞുങ്ങൾ കേടുകൂടാതെ വളരാൻ, സന്തോഷത്തിൽ വളരാൻ, ധാരാളം മക്കളുണ്ടാകാൻ, കുടുംബങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളെയും കർത്താവെ കുടുംബങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. മക്കൾ ധാരാളമായി ഉണ്ടാകട്ടെ കർത്താവെ. കുടുംബത്തിന് ധാരാളം സമ്പത്തുണ്ടാകട്ടെ. കുടുംബങ്ങളെല്ലാം സന്തോഷമുള്ള കുടുംബങ്ങളാകട്ടെ. കുടുംബങ്ങളെല്ലാം അനുഗ്രഹമുള്ള കുടുംബങ്ങളാകട്ടെ. ദൈവമേ, കുടുംബങ്ങളെല്ലാം അനുഗ്രഹമുള്ള കുടുംബങ്ങളാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സന്താന പുഷ്ടിക്ക് തടസ്സം നിൽക്കുന്ന ശക്തികളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.